വിൽപ്പന കുറഞ്ഞതിനെ തുടർന്ന് ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. നാളെ നിശ്ചയിച്ചിരുന്ന നറുക്കെടുപ്പ് ഒക്ടോബർ 4-ലേക്കാണ് മാറ്റിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇനിയും ഒട്ടേറെ ടിക്കറ്റുകൾ വിറ്റഴിക്കാനുണ്ടെന്നാണോ വിവരം? ദിവ്യ, എന്തായാലും നാളത്തെ ലോട്ടറി ടിക്കറ്റിന്റെ ഫലം കാത്തിരിക്കുന്ന, ബമ്പർ നറുക്കെടുപ്പിന്റെ ഫലം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കായ മലയാളികളെ സംബന്ധിച്ച് അല്പം നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ വർഷത്തെ ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റിയിരിക്കുന്നു. അടുത്ത മാസം 4-ാം തീയതിയിലേക്കാണ് ഇപ്പോൾ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. ചരക്ക് സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നറുക്കെടുപ്പിന്റെ തീയതി മാറ്റിവെക്കുന്നതെന്നാണ് ലോട്ടറി വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്ന് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥനയുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നറുക്കെടുപ്പ് 4-ാം തീയതി ഉച്ചക്കത്തേക്ക് മാറ്റുന്നതെന്നാണ് ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 90 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ അച്ചടിച്ചിരുന്നു. അതിൽ 72 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതുവരെയായി വിറ്റുപോയിരിക്കുന്നത്. എന്തായാലും വിൽപ്പന ഒരു 80 ലക്ഷത്തിലെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ലോട്ടറി വകുപ്പിന് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് എത്തിയില്ല. കാലാവസ്ഥ വലിയ പ്രശ്നമുണ്ടാക്കി, GSTയുടെ മാറ്റങ്ങൾ ആ വിഷയമുണ്ടാക്കി, ആശങ്കകൾ ഉണ്ടാക്കി. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു 4-ാം തീയതിയിലേക്ക് ഇത് മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ലോട്ടറി വകുപ്പ്, ധനകാര്യ വകുപ്പൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയം മുമ്പ് പുറത്തു വരികയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അതിനെ മറികടക്കുക എന്നത് തന്നെയായിരുന്നു ഇത്തവണ ലോട്ടറി വകുപ്പിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയ വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇക്കാലം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോ മാസം 1-2 മാസത്തോളമായി ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ്, ബമ്പർ ലോട്ടറി ടിക്കറ്റ് പുറത്തിറങ്ങിയിട്ട്. അതിന്റെ സാധാരണഗതിയിൽ ഈ ഓണത്തോടനുബന്ധിച്ചും അതിനുശേഷവും ഒക്കെ ആയിട്ടാണ് ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പനയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാവുന്നത്. നമുക്ക് ലോട്ടറി ഏജന്റുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ നറുക്കെടുപ്പിന് ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വലിയ തോതിൽ ലോട്ടറി ടിക്കറ്റ്, ബമ്പർ ടിക്കറ്റുകൾ വാങ്ങാറുണ്ട്. അതാണ് സാധാരണ പതിവ്. പക്ഷേ ആ ദിവസങ്ങളൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം തെക്കൻ കേരളത്തിലൊക്കെ അതിശക്തമായ മഴയാണ്. വടക്കൻ കേരളത്തിലേക്കും മഴ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടിക്കറ്റിന്റെ വിൽപ്പനയിൽ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള വർധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ പശ്ചാത്തലത്തിലാണ് കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ ലോട്ടറി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 4-ാം തീയതിയാണ് പുതിയ തീയതി. ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി ഒക്ടോബർ 4-നാണ് നറുക്കെടുപ്പ് നടക്കുക. ടിക്കറ്റ് എടുത്തവർ ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.